അങ്ങനെ കുറേ കളികൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് അവർ വീണ്ടും ഒരു ജയം നേടിയിരിക്കുകയാണ്. ആ ജയത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു വകയുണ്ട്. IPL മാറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ, കാരണം നമുക്കിപ്പോൾ അറിയാം, ഇപ്പം മുംബൈ കളി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. മുംബൈ പ്ലേ ഓഫിലും കയറാൻ പോകുന്നില്ല. പിന്നെ അവസാന സ്ഥാനക്കാരെന്നുള്ളൊരു നാണക്കേട് അത് മാറി ഇടയ്ക്ക് ആകാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വ്യത്യാസം വരുന്നത്. അല്ലാത്ത പക്ഷം പ്ലേ ഓഫ് സാധ്യതകൾ നഷ്ടം ആയിരിക്കുന്ന ആദ്യത്തെ ഒരു ടീം എന്ന നിലയിൽ തന്നെ മുംബൈയെ നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്നിരുന്നാലും നമുക്ക് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് എന്തായാലും നമുക്ക് മടങ്ങി വരാം. ഇവിടെ മുംബൈ ഒരു അത്യുഗ്രൻ വിജയം തന്നെയാണ് നേടിയത്. നമ്മളെപ്പോഴും വിജയത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അത് എപ്പോഴും നമ്മുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുംബൈയുടെ ഈ വിജയം, കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മുംബൈയുടെ ഈ വിജയം നല്ലൊരു കാര്യം തന്നെ, നല്ലൊരു വിജയമായിരുന്നു നേടിയത്. ശരിക്കും ഈ ഒരു മത്സരത്തിൽ ഒരു ജയം എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകുന്നത്, ജയിച്ചാൽ ഗുണമുണ്ടാകുന്നത് SRH തന്നെയാണ്. കാരണം അവർക്കാണ് പ്ലേ ഓഫിൽ ഇതുവരെയായിട്ട് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ പോലും CSKയ്ക്കും നമ്മുടെ ലക്നൌവിനും അതുപോലെ തന്നെ SRHനും ഒരേ പോയിന്റ് തന്നെയാണ്. 11 കളിയിൽ 6 മത്സരങ്ങൾ 3 പേരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നെറ്റ് റൺ റേറ്റിൻ്റെ ഒരു കൂടുതലിൻ്റെ ഇതിൽ ചെന്നൈ 3ാമതും അതിനുശേഷം SRH 4ാമതും 5ാമത് LSGയും കിടക്കുന്നു. 6ാമത് കിടക്കുന്ന DCക്ക് ഡൽഹിക്കും സാധ്യതകളുണ്ട് പ്ലേ ഓഫിൽ കയറാൻ. ബാക്കിയുള്ളവർക്കൊക്കെ 7 തൊട്ട് കിടക്കുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. കയറാൻ സാധ്യത വളരെ 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 കുറവ് തന്നെയാണ്. അപ്പോൾ ഇനിയും സാധ്യത ഉറപ്പിക്കാനുള്ളത് CSK, അതുപോലെ തന്നെ SRH, ലക്നൗ, ഡൽഹി, ഈ 4 ടീമിൽ നിന്നും ആരൊക്കെയാണ്? 2 പേര് പുറത്തു പോകും, ബാക്കിയുള്ള 4 പേര് കയറും. കാരണം ഓൾറെഡി KKRും രാജസ്ഥാനും ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ 3, 4 സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അതിൽ മത്സരിക്കാൻ CSK, SRH, ലക്നൗ, ഡൽഹി എന്നുള്ള ഈ 4 ടീമുകളാണ്. അപ്പം ഇനിയുള്ള ഈ 4 ടീമുകളുടെ മത്സരം, പ്രത്യേകിച്ച് നാളെ ഡൽഹിയും അതുപോലെ തന്നെ സഞ്ജു സാംസന്റെ രാജസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഒരു നമ്മൾ നോക്കിക്കാണുന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഡൽഹിയുടെ ഒരു വിജയം ഡൽഹിക്ക് ഏറ്റവും അനിവാര്യമാണ്. അപ്പം പോയിന്റ് ടേബിൾ ഏറ്റവും ഗുണം ഉണ്ടാകുന്നത് SRHനായിരുന്നു. പക്ഷേ തോൽവിയോടുകൂടി അത് ഏറ്റവും ഗുണമുണ്ടായത്, മുംബൈ ജയിച്ചതുകൊണ്ട് ഗുണമുണ്ടായത് ചെന്നൈക്ക് തന്നെയാണ്. കുറച്ചുകൂടെ അവരെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയായി. പക്ഷേ എങ്കിലും ബാക്കിയുള്ള 3 കളികളൊക്കെ വിജയിച്ച് അവർക്ക് മതിയാകത്തുള്ളൂ. SRH ആണ് ഫസ്റ്റ് ബാറ്റിംഗ്. ട്രാവിസ് ഹെഡാണ് ടോപ്പ് സ്കോറർ. അവരുടെ ഇതിൽ 48 റൺസ്. അവസാനം കമ്മിൻസ് നല്ല രീതിയിൽ അവസാന സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതുകൊണ്ടൊക്കെ തന്നെ 173 എന്നുള്ളൊരു അത്യാവശ്യം ഭേദപ്പെട്ടൊരു സ്കോറിലോട്ട് എത്തി. പക്ഷേ ഇവിടെ മുംബൈയുടെ ബോളേഴ്സിനെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും നല്ല രീതിയിൽ തല്ലുകൊണ്ടിട്ടുള്ള മുംബൈയുടെ ബോളേഴ്സ് ഇവിടെ SRHന് വേണ്ടി, SRH ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്താൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അവരെ എറിഞ്ഞ് ഒതുക്കാൻ മുംബൈക്ക് കഴിഞ്ഞു, മുംബൈയുടെ ബോളേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഇപ്പം തുഷാര അടി കൊണ്ടു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു വിക്കറ്റ് പോലും എടുക്കാണ്ട് തന്നെ പതിവ് പോലെ തന്നെ 4 ഓവർ 42 റൺസ് വിട്ടുകൊടുത്തു, പതിവ് പോലെ തന്നെ. അതുപോലെ തന്നെ പുതിയൊരു ബോളറായിരുന്നു മുംബൈ പരീക്ഷിച്ച ഒരു പുതിയ ബോളറാണ് കാംബോജ് എന്ന് പറഞ്ഞിട്ട്, അൻഷുൽ കാംബോജ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു ആൾ തന്നെയാണ്. ഏകദേശം 2-3 വിക്കറ്റുകളൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് 1 വിക്കറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. റൺസ് 4 ഓവർ 42 റൺസ് എന്നുള്ളൊരു നിലയിലൊക്കെ പോയി. അത് കുറച്ച് നോ ബോളുകളും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ കുറച്ച് എഡ്ജൊക്കെ അടിച്ച് കുറേ ബൗണ്ടറികളൊക്കെ പോയി. അങ്ങനെയൊക്കെയാണ് അത്രയും സ്കോർ എടുത്തത്. പക്ഷേ എങ്കിലും നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ബോളർ തന്നെയാണ് തെളിയിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ബുംറ, അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, പീയൂഷ് ചോള എന്നിവർ നല്ല രീതിക്ക് തന്നെ പന്തെറിഞ്ഞു. അതിനകത്ത് ഹർദിക് പാണ്ഡ്യയും പീയൂഷ് ചോളയും 3 വിക്കറ്റുകൾ വീതം നേടി. എക്കോണമി ആണെങ്കിൽ നല്ല രീതിയിൽ കുറവ് തന്നെയാണ്. 4 ഓവറിൽ 31 ഹർദിക് പാണ്ഡ്യയും 4 ഓവറിൽ 33 പീയൂഷ് ചോളയും ആണ് വിട്ടുകൊടുത്തത്. ബുംറ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞ് 4 ഓവറിൽ 23 1 വിക്കറ്റ് നേടി. മുംബൈയുടെ ചേസിങ്ങിലോട്ട് വരുമ്പോഴത്തേനും അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കളി മതി. കാരണം ഇനി മുംബൈയുടെ ഭാവി ഓർത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നത്
രോഹിത് നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് വേൾഡ് കപ്പിൽ. അപ്പം വേൾഡ് കപ്പിലോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മുംബൈയിലെ കുറേ പേരുണ്ട് ഇപ്പം വേൾഡ് കപ്പ് ടീമിൽ, അതായത് ബുംറ, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, അങ്ങനെ കുറച്ച് നല്ല താരങ്ങൾ വേൾഡ് കപ്പ് ടീമിലുണ്ട്. അപ്പോൾ അവരുടെ പ്രകടനങ്ങൾ മാത്രം നോക്കി കാണാൻ വേണ്ടിയിട്ടും അവരുടെ ഒരു പരിശീലന മത്സരമായിട്ട് മാത്രം ഇനിയുള്ള മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പം കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജയിച്ചിട്ടും തോറ്റിട്ടും, അതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രോഹിത് ശർമ്മ ഭയങ്കര നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമൻധീർ എന്ന് പറയുന്നിട്ടുള്ള താരം വീണ്ടും ഫ്ലോപ്പ് ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സൂര്യകുമാർ യാദവ് 100 റൺസ് പൂർത്തിയാക്കി, 51 ബോളിൽ 102 റൺസ്, 200 സ്ട്രൈക്ക് റേറ്റ്. മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ്, ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്ക്. അതുപോലെ തന്നെ തിലക് വർമ്മയും അത്യാവശ്യം ഒരു വിക്കറ്റ് ഒരു തകർച്ച ഉണ്ടാകാതെ സൂര്യകുമാറിന് ഒരു സപ്പോർട്ടായിട്ട് നിന്നു. 32 ബോളിൽ 37 റൺസ്. സ്ട്രൈക്ക് റേറ്റ് കുറവാണെങ്കിലും അത് അറിയിച്ചില്ല സൂര്യകുമാർ യാദവും. അദ്ദേഹം ഒരു സപ്പോർട്ട് പോലെ അങ്ങനെ നിന്ന് കൊടുക്കുകയായിരുന്നു തിലക് വർമ്മ. അപ്പം തിരിച്ച് ഇവരുടെ ബോളിങ്ങിലോട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയാനായിട്ട് ഉള്ള ഒന്നുമില്ല SRHന്റെ ബോളിങ്ങിൽ. അപ്പോൾ ഇന്നത്തെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിച്ചതിന് ശേഷം ടീമിൽ എടുത്തിട്ടുള്ള എല്ലാവരും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നുള്ളൊരു പരാതി ഇപ്പം പൊതുവെ വിമർശനങ്ങളും ട്രോൾസുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്തായാലും ഹർദിക് പാണ്ഡ്യ എന്തായാലും കാര്യം നമ്മുടെ മുംബൈ IPL വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടപ്പെടാത്തൊരു താരമാണെങ്കിലും നമ്മുടെ വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പം നമുക്ക് അദ്ദേഹം അതിനകത്ത് യോഗ്യനാണോ അല്ലേ എന്നുള്ളതൊക്കെ വിട്ടേക്കും. പക്ഷേ ഇപ്പം സ്റ്റിൽ അദ്ദേഹം നമ്മുടെ വേൾഡ് കപ്പ് കളിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഫോം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഹർദിക് പാണ്ഡ്യ ബോളിങ്ങിൽ, ബാറ്റിങ്ങിൽ അദ്ദേഹം ഇതുവരെയായിട്ടും ആ ഒരു ഫോം എന്നുള്ളൊരു കണ്ടെത്തിയിട്ടില്ലെങ്കിലും ബോളിങ്ങിൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചത്, പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ ഒരു പ്രകടനം, 4 ഓവർ 31 റൺസിന് 3 വിക്കറ്റ് നേടിയ പ്രകടനം, അത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം തന്നെയാണ്. ബുംറ പിന്നെ ഈ സീസണിലുടനീളം നല്ല പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ഓർത്തിട്ട് പ്രത്യേകിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഫോമില്ലായ്മ നിൽക്കുകയായിരുന്നു, ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ഒരു സെഞ്ചുറിയോട് കൂടി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം പിന്നെ രോഹിത് ശർമ്മയുടെ ഒരു ഫോം മാത്രമേ ഉള്ളൂ നമുക്കൊരു കൺസേൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി 3 മത്സരങ്ങളൊക്കെ 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്ത് രോഹിത് ശർമ്മ തീർച്ചയായിട്ടും ഒരു 50+ റൺസ് സ്കോർ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ആകുലതയും ആശങ്കയും കൂടെ മാറിക്കിട്ടും. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം മുംബൈയുടെ വിജയത്തിലൂടെ നമുക്ക് അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അല്ലെങ്കിൽ IPL ശേഷമുള്ള വേൾഡ് കപ്പ് ടീമിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ്. പിന്നെ നിരാശപ്പെടുന്ന കാര്യം SRHന് അത് ഭയങ്കര ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. അവിടെ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് അവർ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ബോളിംഗ് സൈഡൊക്കെയും കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. അതൊക്കെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലൊരു സ്ഥാനം അവർക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ തുടർന്നുള്ള മത്സരത്തിൻ്റെ നല്ല റിവ്യൂമായിട്ടും ക്രിക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള നല്ല വീഡിയോ ആയിട്ടും ഞാൻ എത്തുന്നതായിരിക്കും. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.